ഹലോ ഗൈസ്, ഇന്ന് വല്യമ്മേൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ആസ് യൂഷ്വൽ അഞ്ജുശി എന്നെ അമ്മൂനെയും കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ തന്നെ പോയിട്ട് നമ്മൾ വല്യമ്മയ്ക്കുള്ള ഗിഫ്റ്റുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം ഞാൻ പോയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കേക്കും മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തു. വല്യമ്മ എന്തായാലും ഇത് ഓർക്കാൻ സാധ്യതയില്ല എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പിന്നെ രാവിലെ മുതൽ ഞങ്ങൾ സ്റ്റാറ്റസോ സ്റ്റോറി ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അത്രയും പ്ലാൻഡ് ആയിട്ടായിരുന്നു നമ്മൾ എല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. ആൻഡ് അതുപോലെ തന്നെ വല്യമ്മ നന്നായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മയ്ക്ക് പേഴ്സണലി ഇപ്രാവശ്യം ഒന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയേട്ടനും അഞ്ജുശി ഇവിടെ അല്ലാത്തതുകൊണ്ട് സെലിബ്രേഷൻസ് ഒന്നും നടത്തരുതെന്നാണ് വല്യമ്മ ആദ്യമേ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ അഞ്ജുശി ഞങ്ങളെ വിളിച്ച് എല്ലാം ഏർപ്പാടാക്കിയതുകൊണ്ട് നമ്മൾ നടത്തി കൊടുക്കണമല്ലോ. വല്യമ്മേൻ്റെ എക്സ്പ്രഷൻസിൽ തന്നെ മനസ്സിലാക്കാൻ വല്യമ്മ എത്രത്തോളം സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് എപ്പോഴും വല്യമ്മേനെയും പരിചയം ഉണ്ടാവും കേട്ടോ. കാരണം അത്രത്തോളം കഥകൾ ഞാൻ പറയാറുണ്ട് വല്യമ്മേനെ കുറിച്ച്. ഞാൻ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ വല്യമ്മേൻ്റെ ഓരോ കാര്യങ്ങൾ എഫേർട്ട് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് കേട്ടോ വല്യമ്മയും. മേ ബി എനിക്കിപ്പോൾ ഒന്നും വല്യമ്മയ്ക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ടാവില്ല. പക്ഷേ ഡെഫിനറ്റ്ലി വൺ ഡേ ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്, വല്യമ്മയ്ക്ക് വേണ്ടി പലതും ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരിക്കൽ നടക്കും എന്നല്ലേ. അപ്പോൾ എന്തായാലും വല്യമ്മ ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പി.